ഹായ് മക്കളെ, CBSE ക്ലാസ് 9 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം ആണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 4 പാർട്ടുകൾ കഴിഞ്ഞതാണ്. ഇന്ന് ലാസ്റ്റ് പാർട്ടായ പാർട്ട് 5-ൽ നാം എടുക്കുന്നത് ലോസ് ഓഫ് എക്സ്പൊണൻസ് ഫോർ റിയൽ നമ്പേഴ്സ് എക്സസൈസ് 1-5 കൂടാതെ എക്സാം മോഡൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമാണ്. കഴിഞ്ഞ പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്യുന്നതാണ്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, കഴിഞ്ഞ 4 പാർട്ടുകളിലായി നാം എടുത്ത ക്ലാസ്സുകൾ നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. നോക്കൂ, നമ്പർ സിസ്റ്റത്തെ നമ്മൾ 5 സബ് ടോപ്പിക്സ് ആയിട്ടാണ് തിരിച്ചിരുന്നത്, അല്ലേ? ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വേരിയസ് ടൈപ്സ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ പരിചയപ്പെടുകയും റേഷണൽ നമ്പേഴ്സ്, ഇറേഷണൽ നമ്പേഴ്സ് എന്ന ഒരു 2 കളക്ഷൻസ് ചേർന്നതാണ് റിയൽ നമ്പേഴ്സ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിലെ റേഷണൽ നമ്പേഴ്സ്, 2 റേഷണൽ നമ്പേഴ്സിന്റെ ഇടയിൽ മറ്റ് റേഷണൽ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാനും നമ്മൾ ഈ പാർട്ടിൽ പ്രധാനമായും പഠിച്ചതാണ്. സെക്കൻഡ് പാർട്ടിൽ ഇറേഷണൽ നമ്പേഴ്സ് എന്ന പാർട്ടിലാണ് പുതുതായി നാം പഠിക്കുന്ന ഇറേഷണൽ നമ്പേഴ്സിനെ കൂടുതൽ അറിയാനും ആ ഇറേഷണൽ നമ്പേഴ്സ് സ്ക്വയർ റൂട്ട് ഓഫ് 2, സ്ക്വയർ റൂട്ട് ഓഫ് 3 അങ്ങനെ പറയുന്ന സ്ക്വയർ റൂട്ട് നമ്പേഴ്സിനെ എങ്ങനെയാണ് നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യുക എന്നും പഠിച്ചത് ഈ പാർട്ടിലായിരുന്നു, അല്ലേ? അതായത് ഇറേഷണൽ നമ്പേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുകയാണ് സെക്കൻഡ് സെഷനിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നീട് റിയൽ നമ്പേഴ്സ് ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റിയൽ നമ്പേഴ്സ് അതിനെ റേഷണൽ നമ്പേഴ്സ്, ഇറേഷണൽ നമ്പേഴ്സ് എന്നിവ ആണെന്നും അവയുടെ ഡെസിമൽ എക്സ്പാൻഷന്റെ പ്രത്യേകതയും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റേഷണൽ നമ്പേഴ്സ് ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കുമെന്നും നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അത് റിക്കർ ചെയ്യുമെന്നും പഠിച്ചതാണ്. ഇറേഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിംഗ് ഡെസിമൽ നമ്പർ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയതാണ്. ഓർമ്മയുണ്ടാവും, അല്ലേ? നെക്സ്റ്റ്, ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സിൽ നാം പഠിച്ചത് റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അതിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് ആദ്യം പരിചയപ്പെട്ടു. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആൻഡ് ക്ലോഷർ പ്രോപ്പർട്ടികൾ എങ്ങനെ ഇതിൽ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും പിന്നീട് നമ്മൾ റൂട്ട് എക്സ് സ്ക്വയർ റൂട്ട്, ഏതൊരു സ്ക്വയർ റൂട്ട് നമ്പറും ഏത് എക്സ് എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ, എക്സ് ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ അതിനെ എങ്ങനെ നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യാം എന്നും നമ്മൾ പഠിച്ചതാണ്. ക്ലിയർ അല്ലേ? കൂടാതെ നമ്മൾ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഐഡന്റിറ്റീസ് ഫോർ റിയൽ നമ്പേഴ്സ് പഠിച്ചതാണ്. കൂടാതെ റേഷണലൈസിംഗ് ദ ഡിനോമിനേറ്ററും ഈ സെക്ഷനിലാണ് പഠിച്ചത്, അല്ലേ? അങ്ങനെ 4 ടോപ്പിക്കുകൾ, സബ് ടോപ്പിക്കുകൾ നമ്മുടെ കഴിഞ്ഞതാണ്. ഇന്ന് ലാസ്റ്റ് ടോപ്പിക്കായ ലോസ് ഓഫ് എക്സ്പൊണൻസ് ഫോർ റിയൽ നമ്പേഴ്സും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മൾ എന്തെല്ലാമാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് എന്ന് കൃത്യമായ മനസ്സിൽ ഒരു ഓർഡർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിനെ കൃത്യമായ അത് മനസ്സിലെ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഓർത്തു വെക്കണം. ആദ്യം ഈ സെക്ഷനിൽ നമ്മൾ എന്ത് പഠിച്ചു, ഇതിലെന്ത് പഠിച്ചു, അങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മൊത്തമായി എങ്ങനെയാണ് ഈ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം. പെട്ടെന്ന് കുറച്ച് പ്രോബ്ലംസ് പഠിക്കലല്ല മാത്തമാറ്റിക്സ്. അതിനെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ആ ചാപ്റ്റർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ധാരണ ഉണ്ടാവണം. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് കുട്ടികൾ നിർബന്ധമായും വായിക്കണം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാനാണ്, കുട്ടികൾക്ക് വായിക്കാനാണ്, സ്റ്റുഡൻസിന്. മനസ്സിലായോ? ടീച്ചേഴ്സിന് മറ്റൊരു ബുക്കുണ്ട്, ടീച്ചേഴ്സിൻ്റെ ബുക്കുണ്ട്. ഇത് കുട്ടികൾക്ക് വായിക്കാനുള്ളതാണ് ടെക്സ്റ്റ് ബുക്ക്. ഇത് പരമാവധി ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഓരോ ടോപ്പിക്കും ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിരിക്കണം. എന്നാലേ ആ കോൺസെപ്റ്റുകളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ? ഇന്നത്തെ ലോസ് ഓഫ് എക്സ്പൊണൻസ് ഫോർ റിയൽ നമ്പേഴ്സ് നമുക്ക് നോക്കാം. മക്കളെ, ലോസ് ഓഫ് എക്സ്പൊണൻസ് 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചതാണ്, അല്ലേ? അന്ന് A, N, M എന്നിവ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ പഠിച്ചത് ഇതായിരുന്നു. ആ ലോസ് ഓഫ് എക്സ്പൊണൻസ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. A to the power m into A to the power n equal to A to the power m plus n എന്നായിരുന്നു. അതായത് ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് 5 സ്ക്വയർ ഇൻറ്റു 5 ക്യൂബ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 5 to the power 2 plus 3 എന്നായിരുന്നു. 5 to the power 5 എന്ന് എഴുതാം, അല്ലേ? നമ്മൾ പറഞ്ഞു നാം ആദ്യം പഠിച്ചത് in the exponents of
നമ്പേഴ്സ് ആണ് എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ ബേസ് എന്ന് പറയുന്നത് എ ടു ദ പവർ എം എന്നുള്ളതിൽ എ എന്നത് ബേസും എം എന്നത് എക്സ്പോണന്റുമാണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ബേസും അതിന്റെ എക്സ്പോണൻസും നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഈ ലോസ് ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. Quotient formula a to the power m by a to the power n equal to a to the power m minus n. ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു, m is greater than n എന്ന്. കാരണം നമ്മൾ നെഗറ്റീവ് എക്സ്പോണൻസിനെ കുറിച്ച് ആ സമയത്ത് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ. അതായത് എക്സാമ്പിൾ 21 to the power 7 divided by 21 to the power 3 equal to 21 to the power 7 minus 3 4 എന്ന് എഴുതാം എന്നായിരുന്നു അന്ന് പറഞ്ഞു വെച്ചത് അല്ലേ. നെക്സ്റ്റ് a to the power m whole to the power n equal to a to the power m into n എന്നാണ് പഠിച്ചത്. ഇതിന് എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പറയാം. 2 to the power 3 whole to the power 4 equal to നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പഠിച്ചത് 2 to the power ഇതിന്റെ എക്സ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 3 into 4 എന്നാണ്. 3 into 4 അതായത് 2 to the power 12 എന്നായിരുന്നു പഠിച്ചത്. ഇവിടെ നെക്സ്റ്റ് a to the power n into b to the power n എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ രണ്ടിന്റെയും എക്സ്പോണൻസ് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് ബേസുകൾ തമ്മിൽ ബേസിന്റെ പ്രൊഡക്റ്റ് എടുക്കുക a b എന്നിട്ട് ആ എക്സ്പോണന്റ് ഹോൾ ടു ദ പവർ n എന്ന് എഴുതാം എന്നായിരുന്നു പറഞ്ഞു വെച്ചത്. ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ അറിവ് എക്സ്റ്റെൻഡ് ചെയ്തത് ഏതിലേക്ക് a to the power 0 equal to 1 എന്നതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത് അല്ലേ. ഇതിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് കടന്നത്. എന്ത് 1 by a to the power n equal to a to the power negative n എന്ന ഇതിലേക്ക് കടന്നത്. അതായത് എക്സാമ്പിൾ എന്ന് പറയുന്നത് 1 by 2 to the power 5 എന്ന് പറഞ്ഞാൽ 2 to the power negative 5 എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ എക്സ്പോണന്റ് എഴുതാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നെഗറ്റീവ് എക്സ്പോണൻസിലേക്ക് നമ്മൾ എക്സ്പോണൻസ് ലോ എൻ്റർ ചെയ്തത് അല്ലേ. ഇത് a to the power 0 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ എക്സാമ്പിൾ ഒരു 15 to the power 0 എന്ന് കണ്ടാൽ നിങ്ങൾക്ക് 1 എന്നും തന്നെ എഴുതണം. ഇത്രയും ലോസ് നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. പക്ഷേ ഇത് തന്നെ ഇവിടെ പറയുമ്പോൾ നമ്മുടെ അറിവ് ഈ നാച്ചുറൽ നമ്പേഴ്സും നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനും ഇത് കഴിഞ്ഞ് ഈ ലോസ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനും ബാധകമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എമ്മും എന്നും നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെങ്കിലും ചെയ്യും ഈ ലോസ് ഇത് ഒബേ ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ 9th സ്റ്റാൻഡേർഡിൽ വന്നപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ബേസ് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കുകയും നാച്ചുറൽ നമ്പർ എന്നത് മാറി ഒരു ബേസ് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കുകയും ഇതിന്റെ എക്സ്പോണൻസ് ഉണ്ടല്ലോ മക്കളെ എം എൻ എന്ന് പറയുന്ന ഈ എക്സ്പോണൻസ് അത് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളത് മാറി നമുക്ക് എന്തായി നാച്ചുറൽ നമ്പർ ഇൻറ്റീജർ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറി എക്സ്പോണൻസ് റാഷണൽ നമ്പർ ആയാൽ അതായത് p/2 ഫോമിലുള്ള ഒരു നമ്പർ കിട്ടിയാൽ എക്സാമ്പിൾ 2 to the power 2/3 എന്ന് പറയുന്ന ഈ പവർ നമ്പറിന്റെ മീനിങ് എന്താണ് എന്നാണ്. പവർ നമ്പറിന്റെ ഓപ്പറേഷൻസ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ മീനിങ് എന്താണെന്ന് അറിയണം അല്ലേ. 2² എന്താണെന്ന് അറിയാം, 2³ എന്താണെന്ന് അറിയാം. പക്ഷേ 2 to the power 2/3 എന്ന നമ്പറിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. നമ്മൾ 8th സ്റ്റാൻഡേർഡ് വരെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ ആ നമ്പർ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ എക്സ്പോണൻസിന്റെ ലോയിലേക്ക് കടക്കാൻ സാധിക്കൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. നമ്മളെ ഇവിടെ പറയുന്നത് മീനിങ് ഓഫ് എ പവർ നമ്പർ വിത്ത് റേഷണൽ എക്സ്പോണൻസ് ആണ്. റേഷണൽ എക്സ്പോണന്റ് വരുന്ന ഒരു പവർ നമ്പറിന്റെ മീനിങ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ പാർട്ട് 4ൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് 2 ആണെങ്കിൽ 2 ആണ് അല്ലേ. 2 into 2 ആണ് 8 എന്ന് പറയുന്നത്. അതുകൊണ്ട് 2³ = 8 എന്ന് എഴുതാം. അതിൽ നമ്മൾ ജനറലൈസ് ചെയ്തിരുന്നു. nth റൂട്ട് ഓഫ് a = b ആണെങ്കിൽ b to the power n ആയിരിക്കും a എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലിയർ? കൺക്ലൂഡ് ചെയ്തിരുന്നു അല്ലേ. nth റൂട്ട് ഓഫ് a = b ആണെങ്കിൽ b to
ദ പവർ n ഈക്വൽ ടു a, b എപ്പോഴും ഈ സ്ക്വയർ ഇത് ആയതുകൊണ്ട് b ഗ്രേറ്റർ ദാൻ 0, റൂട്ട് നമ്പർ ആയതുകൊണ്ട് b ഗ്രേറ്റർ ദാൻ 0. ക്ലിയർ? ഇതിൽ നിന്ന് നമുക്ക് ഈ b എന്ന് പറയുന്ന ഈ നമ്പർ എന്താണ് എന്ന് നോക്കാം. b എന്ന് പറയുന്ന ഈ നമ്പർ nth റൂട്ട് ഓഫ് a ഈക്വൽ ടു b ആണെങ്കിൽ bക്ക് പകരം എഴുതാൻ ബേസ് a വെച്ച് നമുക്ക് എങ്ങനെ സാധിക്കും? നോക്കൂ, b ടു ദ പവർ n എന്നുള്ളത് എനിക്ക് n എന്ന് പറയുന്നത് a ടു ദ പവർ 1 എന്നാണ്. അതായത് എക്സ്പോണൻസ് സെയിം ആണ് അല്ലേ? ഇവിടെ n ആണ് വന്നത്. ഞാനിവിടെ a ടു ദ പവർ 1 ആക്കാൻ പോവാണ്. 1/n ടു ദ പവർ n ആണെങ്കിലോ ഇതിന്റെ വില എത്രയാണെന്ന് നോക്കാം. a ടു ദ പവർ 1/n ഇൻറ്റു n, അതായത് ഇത് a എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കൂ. ഇതിന്റെ അർത്ഥം എന്താണ്? b ടു ദ പവർ n ആണ് അത്രേ ഇത് എങ്കിൽ b എന്ന നമ്പർ എന്തായിരിക്കണം? b ഈക്വൽ ടു a ടു ദ പവർ 1/n എന്ന് വരും അല്ലേ? b ഈക്വൽ ടു a ടു ദ പവർ 1/n. ഒന്നുകൂടി പറയാം, നമ്മൾ പറഞ്ഞു വെച്ചതിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് nth റൂട്ട് ഓഫ് a എന്ന് പറയുന്നത് b ആണെങ്കിൽ b ടു ദ പവർ n ആയിരിക്കും a എന്നാണ് അല്ലേ? b ടു ദ പവർ n ആണ് a എന്ന നമ്പർ. ക്ലിയർ? ഏതോ ഒരു നമ്പറിന്റെ nth പവർ ആണ് a എന്ന നമ്പർ എങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് b ആരാണെന്ന് പറഞ്ഞിട്ടാണ്. nth റൂട്ട് ഓഫ് a, nth റൂട്ട് ഓഫ് a ഇതാണ് b. ഇതിന്റെ വിലയാണ് അത്രേ a ടു ദ പവർ 1/n. ക്ലിയർ ആയോ മക്കളെ? അതായത് nth റൂട്ട് ഓഫ് a എന്ന് പറയുന്നത് റാഡിക്കൽ സിമ്പൽ ഉപയോഗിച്ച് സൈൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ എക്സ്പ്രഷൻ ആണ്. ഇത് എക്സ്പോണൻസ് ലാംഗ്വേജ് ഓഫ് എക്സ്പോണൻസിൽ ഇതിന് സെയിം ആണ്, ഈക്വലന്റ് ആണ് ഈ നമ്പർ a ടു ദ പവർ 1/n. അതായത് nth റൂട്ട് ഓഫ് a കണ്ടാൽ നിങ്ങൾ a ടു ദ പവർ എക്സ്പോണന്റ് ഫോമിലെ a ടു ദ പവർ 1/n എന്ന് എഴുതണം. ക്ലിയർ? a ടു ദ പവർ 1/n എന്ന് എഴുതാം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് നമുക്കറിയാം, ഇത് 2 ആണെന്ന് അല്ലേ? എന്നാൽ ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പോണൻസ് ഫോമിൽ എഴുതാം? 8 ടു ദ പവർ 1/3 എന്ന് എഴുതാം. ഇതിന്റെ വിലയാണ് 2 എന്ന് പറയുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് 8 2 ആണ്. 8 ടു ദ പവർ 1/3 ഇതാണ് എക്സ്പോണന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. മനസ്സിലായോ? ഇത് റൂട്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലേ, റാഡിക്കൽ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതേ നമ്പർ തന്നെയാണ് ഈ നമ്പർ. ക്ലിയർ? ഈ 3 നമ്പറുകളും ഒരേ നമ്പറാണ്. 2 എന്ന നമ്പർ തന്നെ വേഷം മാറി വന്നതാണിത്. ക്യൂബ് റൂട്ട് ഓഫ് 8 അതിന്റെ തന്നെ മറ്റൊരു വേഷമാണിത്, 8 ടു ദ പവർ 1/3. ക്ലിയർ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമ്മൾ ഓരോ പ്രോഗ്രാമിന് വേണ്ടി വേഷം മാറുന്നത് പോലെ തോന്നുന്നു അല്ലേ? അതായത് 2 എന്ന നമ്പറിന്റെ മറ്റൊരു വേഷമാണ്, മറ്റൊരു രൂപമാണ് ക്യൂബ് റൂട്ട് ഓഫ് 8 എന്നുള്ളതും മറ്റൊരു രൂപമാണ് 8 ടു ദ പവർ 1/3 എന്നുള്ളതും. ഇത് റാഡിക്കൽ ചിഹ്നം ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ ഇത് എക്സ്പോണന്റ് യൂസ് ചെയ്ത് എഴുതുന്നു. ക്ലിയർ? നോക്കൂ മക്കളെ, നമ്മുടെ a ടു ദ പവർ m/n, അതായത് ഇത് ഒരു ബേസ് a ആണ്. അതിന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്, p/q ഫോം അല്ലേ? m/n എന്ന ഫോമിലുള്ള ഒരു നമ്പറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ക്ലിയർ? അതായത് ഈ റാഷണൽ നമ്പർ എക്സ്പോണന്റ് ആയി വരുന്ന ഒരു നമ്പറിന്റെ, ഒരു പവർ നമ്പറിന്റെ മീനിങ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ? ഇതിലെ കണ്ടീഷൻ ഉണ്ട്. a എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കണം, പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കണം. a എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പർ, ബേസ് a എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കണം മക്കളെ. ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം എന്നർത്ഥം. m-ഉം n-ഉം എന്തായിരിക്കണം എന്നാണ്? ഇന്റീജേഴ്സ്. നമ്മൾ അങ്ങനെ തന്നെയല്ലേ റേഷണൽ നമ്പറിന്റെ ഡെഫിനിഷനിൽ പഠിച്ചത്? p/q, p-യും q-ഉം ഇന്റീജേഴ്സ് എന്നാണ് അല്ലേ? ഇവിടെ m-ഉം n-ഉം ഇന്റീജേഴ്സ് ആയിരിക്കണം. കൂടാതെ m-നും n-നും കോമൺ ഫാക്ടേഴ്സ് 1 മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം ആയിരിക്കണം m/n എന്ന് പറയുന്നത്. ക്ലിയർ? m-ഉം n-ഉം കോമൺ ഫാക്ടർ ഒന്ന് അല്ലാതെ മറ്റു കോമൺ ഫാക്ടർ ഒന്നും ഉണ്ടാകാൻ പാടില്ല. n എപ്പോഴും നമുക്ക് ഡിനോമിനേറ്റർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം.
അതായത് let a greater than 0 a real number and m and n are integers such that m and n have no common factors other than 1 and n greater than 0, then നമുക്ക് പറയാൻ പറ്റുന്നത് a to the power m by n എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ by n 1 by n ആണെങ്കിൽ nth root of a എന്ന് പറഞ്ഞു അല്ലേ. 1 by n ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത് nth root of ഡിനോമിനേറ്ററിൽ എഴുതിയ നമ്പറാണ് റൂട്ടിൻ്റെ ഉള്ളിൽ. ക്ലിയർ? nth root of a എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു പവർ m ഉണ്ട്, അതുകൊണ്ട് nth root of a whole to the power n. കാരണം എന്താണ്? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം a to the power 1 by n whole to the power m എന്ന് എഴുതാം. അല്ലേ മക്കളെ? ബൈ ഹാർട്ട് അല്ലാതെ നമ്മൾ മനസ്സിലാക്കി പഠിക്കാം. m by n നെ നമുക്ക് 1 by n into m എന്ന് എഴുതാം. ഇതിന് പകരമാണ് nth root of a to the power 1 by n ന് പകരമാണ് nth root of a. ക്ലിയർ? a to the power 1 by n ന് പകരമാണ് nth root of a, പിന്നെ whole to the power m. അപ്പൊ ഇത് എങ്ങനെ വന്നു എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ഇനി ഇതിനെ ഒന്ന് നോക്കൂ. നമ്മുടെ ഈ ഇതിനെ നമുക്ക് മറ്റു രീതിയിൽ എഴുതാം. a to the power m into 1 by n എന്ന് എഴുതി കൂടെ? m by n നെ, അതായത് a to the power m whole to the power 1 by n എന്ന് എഴുതി കൂടെ? അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? nth root of a to the power m, nth root of a to the power m എന്ന നമ്പറിന്റെ എന്താണ് nth റൂട്ട് എന്നർത്ഥം. അതാണ് ഇവിടെ എഴുതിയത്. അപ്പൊ ഈ രീതിയിലും ഇതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നും കൂടി പറയാം. a to the power m by n, a is a positive real number, m and n are integers and m and n have no common factors other than 1 എന്നാണ്. ക്ലിയർ? n greater than 0. ഈ കണ്ടീഷൻ ഒക്കെ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് a to the power m by n എന്ന് പറയുന്നതിന്റെ മീനിങ് അതിന്റെ റാഡിക്കൽ ഫോമിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. This is nth root of a to the power m, nth root of a to the power m അല്ലേ? അല്ലെങ്കിൽ nth root of a whole to the power m, nth root of a whole to the power m. എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആവും അല്ലേ? 2 to the power 3 by 2 എന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ഇതിന്റെ 3 by 2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ് അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ആലോചിച്ച് നോക്കുക. 2 ആണ്, അതായത് സ്ക്വയർ റൂട്ട് ആണ് എന്നർത്ഥം. പിന്നെ 2 ക്യൂബ് എന്ന് എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് 2 ക്യൂബ്, ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 8. അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 എടുത്ത് അതിന്റെ ഹോൾ ക്യൂബ് പറഞ്ഞാലും ഇത് തന്നെയാണ്. ക്ലിയർ? ഒന്നുകൂടി പറയാം. 2 to the power 3 by 2 എന്നതിനെ നമുക്ക് രണ്ട് തരത്തിൽ റാഡിക്കൽ സൈൻ ഉപയോഗിച്ച് എഴുതാൻ സാധിക്കും. ഒന്ന് സ്ക്വയർ റൂട്ട് 2 ആയതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത് കേട്ടോ മക്കളെ. 2 ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, അത് 2 ആണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 ക്യൂബ് ഓർ ഇത് തന്നെയാണ് എന്ത്? സ്ക്വയർ റൂട്ട് ഓഫ് 2 ഹോൾ ക്യൂബ്. മനസ്സിലായില്ലേ? കുറച്ചെണ്ണം കൂടി ചെയ്താൽ നമുക്ക് ഒരു 2-3 എക്സാമ്പിൾ കൂടി നോക്കിയാൽ നമുക്ക് ക്ലിയർ ആവും. നോക്കൂ മക്കളെ, എക്സസൈസ് 1.5 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 64 to the power 1 by 2 എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചത് പ്രകാരം എന്താണ് ഇതിനെ റാഡിക്കൽ സൈൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എഴുതാം? ഇവിടെ ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് 1 by 2 എന്നുള്ളതിൽ ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഈ റാഡിക്കൽ സൈൻ ഉള്ളിൽ എഴുതുന്നത് 2 ആണ് അല്ലേ? എങ്കിൽ 2 എന്ന് എഴുതാറില്ലല്ലോ സാധാരണ, സ്ക്വയർ റൂട്ട് എന്ന് പറയാറേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് 64 to the power 1 എഴുതേണ്ട ആവശ്യമില്ല. അതായത് ഇത് എത്രയാണ് നമ്പർ? 8 എന്ന നമ്പറാണ് റൂട്ട് 64 എന്ന് പറയുന്നതും ആ നമ്പർ 8 തന്നെയാണ് 64 to the power 1 by 2 എന്ന് പറയുന്നതും. ക്ലിയർ? 32 to the power 1 by 5 എന്നാണ്. 32 raised to 1 by 5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റാഡിക്കൽ സൈൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് എഴുതാൻ സാധിക്കും. നമുക്കറിയാം ഡിനോമിനേറ്റർ 1 by 5 ആണ് ഡിനോമിനേറ്റർ.
അതാണ് മക്കളെ എപ്പോഴും ഈ റാഡിക്കൽ സിമ്പലിനുള്ളിൽ വരേണ്ടത്. 5 ഫിഫ്ത്ത് റൂട്ട് ഓഫ് 32 ടു ദ പവർ 1, അതായത് 32 റൂട്ടിന്റെ ഫിഫ്ത്ത് റൂട്ട് എഴുതുക എന്നതാണ്. എങ്ങനെയാണ് 32ന്റെ ഫിഫ്ത്ത് റൂട്ട് എഴുതുക? 32നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. 32 ഏത് നമ്പറിനെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 32 എന്നാണ് നോക്കുന്നത്. 2, 16, 2, 8, 2, 4, 2, 2. അതായത് എത്രയുടെ 1, 2, 3, 4, 5 അല്ലേ? ഇത് നമുക്ക് 5 ടൈംസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 32 കിട്ടുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ എത്ര വരും? 2 എന്ന ആൻസർ വരും. ക്ലിയർ അല്ലേ? അതായത് 32 ടു ദ പവർ 1/5 എന്ന ഈ നമ്പർ ഉണ്ടല്ലോ, അതാരായിരുന്നു? അത് നമ്മുടെ 2 തന്നെയാണ് വേഷം മാറി വന്നത്. 2നെ മറ്റു പല വേഷങ്ങളുമുണ്ട്. ഇവിടെ ഫിഫ്ത്ത് റൂട്ട് ഓഫ് 32 എന്ന് പറഞ്ഞാലും 2 തന്നെയാണ്. അത് തന്നെയാണ് 32 ടു ദ പവർ 1/5 എന്ന് പറഞ്ഞാലും 2 തന്നെയാണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 125 റേസ്ഡ് ടു 1/3 എന്നാണ്. ഇതിന്റെ റാഡിക്കൽ സൈൻ ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ എഴുതാം? 1/3, 3 ആണ് ഡിനോമിനേറ്റർ അല്ലേ? ക്യൂബ് റൂട്ട് ഓഫ് 125. നമുക്കറിയാം ക്യൂബ് റൂട്ട് ഓഫ് 125 5 ആണ് ഫാക്ടേഴ്സ് അല്ലേ? നമുക്ക് പലതിനെ എഴുതാൻ സാധിക്കില്ല. ഇത് എഴുതാൻ സാധിക്കുമെങ്കിൽ 5 × 5 × 5 125 ആണ്. അതായത് ഇത് 5 3 ടൈംസ് ആണ് എങ്കിൽ ഇതിന്റെ ആൻസർ 5 തന്നെയാണ്. ഈ നമ്പറാണ് 5 തന്നെയാണ് ക്യൂബ് റൂട്ട് ഓഫ് 125. അത് തന്നെയാണ് അതിന്റെ എക്സ്പോണൻഷ്യൽ ലാംഗ്വേജിലെ 125 ടു ദ പവർ 1/3 അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സെറ്റിലെ 4 പ്രോബ്ലംസ് ആണുള്ളത്. ഫൈൻഡ് 9 ടു ദ പവർ 3/2 എന്നാണ്. നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ സാധിക്കും എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് 9 ക്യൂബ് എന്ന് എഴുതാം അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 9 ഹോൾ ക്യൂബ് എഴുതിയാലും മതി. സ്ക്വയർ റൂട്ട് ഓഫ് 9 ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3യുടെ ക്യൂബ് ദാറ്റ് ഈസ് 27. ഇതിന്റെ ആൻസർ 27 ആണ്. ക്ലിയർ? ഇവിടെ 32 ടു ദ പവർ 2/5 എന്നാണ്. അതായത് ഫിഫ്ത്ത് റൂട്ട് ഓഫ് 32. ഇനി ഇവിടെ സ്ക്വയർ എഴുതാം, അല്ലെങ്കിൽ ഹോൾ ടു ദ പവർ സ്ക്വയർ എന്ന് എഴുതാം. ഹോൾ ടു ദ പവർ 2 എന്നും എഴുതാം. നമുക്കറിയാം ഫിഫ്ത്ത് റൂട്ട് ഓഫ് 32 ഏത് നമ്പറിനെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 32 കിട്ടുക? നോക്കൂ 2 അല്ലേ? നമുക്കതൊക്കെ പെട്ടെന്ന് മനസ്സിലാവണം. 2 ടു ദ പവർ ഓഫ് 5 ആണ് 32 അല്ലേ? അതായത് 2 ആണ്. ഇല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. 2 ആണ്. ഇതിന്റെ ആൻസർ 2 ആണ്. 2 സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് നോക്കൂ. 16 ടു ദ പവർ 3/4 എന്നാണ്. നമുക്ക് എഴുതാം ഫോർത്ത് റൂട്ട് ഓഫ് 16 ഇതിന്റെ ഹോൾ ക്യൂബ്ഡ്. എന്തായിരിക്കും ഫോർത്ത് റൂട്ട് ഓഫ് 16? 16ന്റെ ഫോർത്ത് റൂട്ട് 2 × 2 × 2 × 2 ആണ്. അത് 2 ആണ്. ഇനി ക്യൂബ് 2 ക്യൂബ് അതായത് 8. ഫോർത്ത് ക്വസ്റ്റ്യൻ 125 റേസ്ഡ് ടു -1/3 എന്നാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ആണ് ഡിനോമിനേറ്റർ, അതുകൊണ്ട് പവറിലെ ക്യൂബ് റൂട്ട് ഓഫ് 125 ഹോൾ ടു ദ പവർ -1 എന്ന് എഴുതാം അല്ലേ? 125ന്റെ ക്യൂബ് റൂട്ട് ഏത് നമ്പറിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 125 കിട്ടുക? 5 അല്ലേ? അതുകൊണ്ട് 5 ടു ദ പവർ -1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. 1/5 അതായത് 1/5 എന്നാണ് കിട്ടുക അല്ലേ? a⁻n ഈക്വൽ ടു 1/a⁻n എന്നാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 5⁻1 1/5 ടു ദ പവർ 1 എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 1/5 എന്ന് കിട്ടും. ഇങ്ങനെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. നോക്കൂ മക്കളെ, തേർഡ് ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻസ് സിംപ്ലിഫൈ ചെയ്യാനാണ്. നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. നിങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ അതിന് ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 to the power 2/3 into 2 to the power 1/3 എന്നാണ്. എന്താണ് ഇതിന്റെ ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ് അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ലോസ് ഓഫ് എക്സ്പോണൻസ് ഉപയോഗിക്കുക? a to the power p into p a to the power q equal to a to the power p plus q. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെയിം ബേസ് ആണ്, അതുകൊണ്ട് 2 to the power സെയിം ബേസ് അല്ലേ. എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യുക 2/3 plus 1/3 is equal to 2 to the power 2/3 1/3 ആഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. അതായത് this equal to 2 എന്നാണ് ആൻസർ വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 1/3 cubed whole square എന്നാണ്. 1/3 cubed നമുക്ക് 3 raised to -3 എന്ന് എഴുതാം. പിന്നെ whole square is equal to 3 raised to -3 into 2 -6. That is 1/3 raised to 6 എന്ന് വരും. മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. 11 to the power half by 11 to the power 1/4. രണ്ടിന്റെയും ബേസ് 11 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? a to the power p by a to the power q, a to the power p minus q അല്ലെങ്കിൽ a to the power n by a to the power n, a to the power m minus n. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പോണൻസ് തമ്മിൽ മൈനസ് ചെയ്യണം. സെയിം ബേസ് എഴുതി ഹാഫ് മൈനസ് 1/4. ഇത് മൈനസ് ചെയ്താൽ എന്ത് വരും? 11 raised to. ഇത് നിങ്ങൾ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വിഷമല്ല, ഇത് ഹാഫ് ആണ്, ഇത് 1/4 ആണ്. ഹാഫിൽ നിന്ന് 1/4 കുറച്ചാൽ 1/4 ആണ് എന്ന് എല്ലാവർക്കും അറിയേണ്ടതാണ് അല്ലേ. 11 to the power 1/4 സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. റാഡിക്കൽ സൈൻ ഉപയോഗിച്ച് എഴുതാണെങ്കിൽ 4√11 എന്നർത്ഥം. നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല. അത് ഇത് ലോസ് ഓഫ് എക്സ്പോണൻസ് യൂസ് ചെയ്യാനുള്ള പ്രോബ്ലം ആയതുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈക്വൽ ടു, ഇത് ഏത് റൂളാണ് ഉപയോഗിക്കുന്നത്? a to the power n into b to the power n equal to എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പോണൻസ് ആണ് സെയിം എങ്കിൽ ab to the power n എന്നാണ് എഴുതി അല്ലേ. അതായത് ഇവിടെ 7 into 8 to the power half എന്നാണ് വേണ്ടത്. അതായത് 56 to the power half, 56 to the power half, അതായത് സ്ക്വയർ റൂട്ട് 56. നമുക്കിപ്പോൾ അത് പഠിച്ച കാരണം നമുക്കത് സ്ക്വയർ റൂട്ട് 56 ആണെന്ന് അറിയാം. 56 to the power 1/2. ക്ലിയർ? മനസ്സിലായില്ലേ? ഇതാണ് എക്സസൈസ് 1.5ലെ ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ ആണ്. ലോസ് ഓഫ് എക്സ്പോണൻസും നമ്മുടെ അവസാനിച്ചിരിക്കുകയാണ്. മക്കളെ, നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The value of 2.999 etc. in the form p by q, where p and q are integers and q not equal to 0 is. നമുക്കറിയാം ഇതൊരു നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ ആണ് അല്ലേ. ഡെസിമൽ നമ്പർ ആണ്. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ചെയ്ത് ഇത് പി ബൈ ക്യൂ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക എന്നാണ് ചോദ്യം. ഇതിലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു 0.999 എക്സെട്ര അല്ലേ. അതിൻ്റെ നമുക്ക് വാല്യൂ 1 ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഡെസിമൽ സ്ഥാനം കഴിഞ്ഞ് 999 എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത ഇൻഡിജറിലേക്ക് കടക്കുക. അതായത് 3യിലേക്കായിരിക്കും ഇത് കടക്കുക. അതിനോടാണ് അത് ടെൻഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. എൻ്റെ പി ബൈ ക്യൂ ഫോം 3 എന്നുള്ളതായിരിക്കും. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ? ഒന്നുകൂടി പറയാം. 2.999 ഞാനത് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. 2.999 എക്സെട്ര ആണെങ്കിൽ അത് 3 ആയിരിക്കും ആൻസർ വരിക. ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. x = എന്ന് പറഞ്ഞേ നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ മുഴുവൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 3യിലേക്കാണ് അത് ആൻസർ എത്തുക. പക്ഷേ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്തണം. സ്റ്റെപ്പ് എഴുതി ചെയ്യാനുള്ള സമയം വളരെ കുറവാകും. അപ്പോൾ 3.999 എക്സെട്ര ആണെങ്കിൽ 4ഉം 10.99 എക്സെട്ര അങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻഡിജർ 11 ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക. ഇവിടെ അത് 3 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡെസിമൽ ഫോം ഓഫ് 1/21 ഈസ്. എന്താണ് ചോയ്സ്? ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് എന്നൊക്കെയാണ് ചോയ്സ്. നമുക്കറിയാം, അതും ക്ലാസ്സിൽ കൺക്ലൂഷനിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് ഒരു 1/21 ഒരു റേഷണൽ നമ്പർ പി ബൈ ക്യൂ ഫോമിൻ്റെ ഡിനോമിനേറ്റർ നോക്കി നമുക്കത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് പറയാം അല്ലേ.
നമുക്കിതിൽ ഏതെങ്കിലും പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ? 1/21 എന്ന് പറയുന്നത് ഒരു റേഷണൽ നമ്പറാണ്. ക്ലിയർ? അതുകൊണ്ട് ഇത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിങ് ഒരിക്കലും ആവില്ല. ഇറേഷണൽ നമ്പറാണ് ഇത് വരിക. അതുകൊണ്ട് ബി ഓപ്ഷൻ ഒരിക്കലും അല്ല എന്ന് മനസ്സിലാക്കാം. ഇനി ടെർമിനേറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ടെർമിനേറ്റിംഗ് ആവണമെങ്കിൽ ലോങ് ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്ത് നോക്കണമെന്നില്ല. നമുക്കറിയാം ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് 2ഉം 5ഉം വന്നാൽ മാത്രമേ ഇത് ടെർമിനേറ്റിംഗ് ആവുള്ളൂ. 21 എന്ന് പറയുന്നത് 3 × 7 ആണ്. 3ഉം 7ഉം ആണ്. തീർച്ചയായിട്ടും അത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഏതായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് എന്ന് മാത്രം വന്നാൽ അത് കംപ്ലീറ്റ് ആവില്ല. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിങ് റേഷണൽ നമ്പേഴ്സ് രണ്ട് തരമേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിങ്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. സി ആയിരിക്കും ഇതിൻ്റെ ശരിയായ കറക്റ്റ് ചോയ്സ്. സി ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് എന്താണെന്നാണ്. ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് 3ഉം 7ഉം ആയതുകൊണ്ട് 2ഉം 5ഉം അല്ലാതെ മറ്റേതെങ്കിലും ഡിജിറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആയി വന്നു കഴിഞ്ഞാൽ അത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിങ് ആയിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇറേഷണൽ? ഇതിൽ ഏതാണ് ഇറേഷണൽ നമ്പർ എന്നാണ്. നമുക്ക് √64 8 ആണ്. √48/√3 എന്നാണ്. ഇത് നമുക്കൊന്ന് നിർത്താം, സംശയത്തിൽ നിർത്താം. √9/225 ഇതും പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. ഇതും പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. അതുകൊണ്ട് ഇത് 3/15 ആയിരിക്കും വരിക. √6 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും ഇറേഷണൽ നമ്പറാണ്. പിന്നെ സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത് √48 എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 16 × 3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ 4√3 ആണ് ഇത് വരിക. √3 ക്യാൻസലായി പോയി. ഇത് 4 എന്ന നമ്പറായിട്ട് വരും. ക്ലിയർ? അപ്പോൾ സമയം ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഏതൊക്കെ ഓപ്ഷൻ ഒഴിവാക്കാൻ നോക്കും. പിന്നെ ഇതിലെ ഇത് ഇറേഷണൽ ആണ് നമുക്ക് ഉറപ്പാണ്. പിന്നെ ഇത് മാത്രമേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ഡൗട്ട് നമ്മൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ √48 ചെയ്ത് നോക്കിയാൽ അത് √16 × 3 എന്ന് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ റേഷണൽ നമ്പർ ബിറ്റ്വീൻ √2 ആൻഡ് √3 ഈസ് എന്നതാണ്. നമുക്കറിയാം പല കുട്ടികളും ഇത് തെറ്റിദ്ധരിച്ച് എഴുതും. കാരണം നമ്മൾ എക്സിനും വൈക്കും ഇടയ്ക്ക് x+y/2 എന്ന റേഷണൽ നമ്പേഴ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് റേഷണൽ നമ്പേഴ്സ് ആണ്. ഇതിവിടെ ഇറേഷണൽ നമ്പേഴ്സ് ആണ്. √2 + √3/2 എന്നുള്ളത് ഒരു റാഷണൽ നമ്പർ അല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു റാഷണൽ നമ്പർ എഴുതാനാണ്. റാഷണൽ നമ്പർ രണ്ട് ഇറേഷണൽ നമ്പറുകൾക്കിടയ്ക്ക് ഒരു റാഷണൽ നമ്പർ എഴുതാനാണ് ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു റാഷണൽ നമ്പർ എഴുതാൻ പറഞ്ഞാലാണ് x+y/2 എന്ന നമ്മൾ പഠിച്ചു വെച്ചത്. ഇവിടെ ബിറ്റ്വീൻ 2 ഇറേഷണൽ നമ്പേഴ്സ് ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതല്ല, ഇതൊരു ഇറേഷണൽ ആണ്. അത് നമുക്ക് റാഷണൽ ആണ് വേണ്ടത്. പിന്നെ ഇതുമല്ല, കാരണം √3 × √2 എന്ന് പറയുന്നത് √6 ഒരു ഇറേഷണൽ ആണ്. അപ്പോൾ ഇത് രണ്ടും അല്ല എന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് രണ്ട് ചോയ്സ് ആണുള്ളത് അല്ലേ? നമുക്ക് ഇത് റാഷണൽ നമ്പേഴ്സ് ആണ് രണ്ടും. നമുക്ക് റാഷണൽ നമ്പറാണ് വേണ്ടത്. രണ്ടും റാഷണൽ നമ്പറാണ്. പക്ഷേ √2നും √3ക്കും ഇടയിലാവണം. √2 എന്ന് പറയുന്നതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.414 ആണ് ഏകദേശം അല്ലേ? മറ്റേ √3 1.732 ആണ്. ഇതിൻ്റെ ഇടയിൽ വരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? 1.732നേക്കാൾ കൂടുതലാണിത്. അതായത് ഇതാണ് റൈറ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 1.363636 എക്സെട്ര എക്സ്പ്രസ് ഇൻ റാഷണൽ ഫോമിലാക്കണം, p/q ഫോമിലാക്കണം. ഇതിനെ നമുക്കറിയാം let x = എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? പക്ഷേ ഈ നമ്പർ കണ്ടാൽ അറിയാം 1 വലുതാണ് നമ്പർ. അതുകൊണ്ട് ന്യൂമറേറ്റർ വലുതായിരിക്കണം. ഇവിടെ ന്യൂമറേറ്റർ ചെറുതായത് ഇതിൻ്റെ ഒരിക്കലും ആൻസർ ആയിട്ട് വരില്ല. പ്രോപ്പർ ഫ്രാക്ഷൻസ് ആൻസർ ആയിട്ട് വരില്ല. ഇവിടെ ഏതെങ്കിലും പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ടോ? ഇതാ ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതല്ല ആൻസർ, ഇതും അല്ല ആൻസർ. ബാക്കി ഇത് രണ്ടെണ്ണത്തിൽ ആരാണെന്നാണ്. ഉറപ്പായിട്ട് 99 താഴെയാണ് വരാറ് നമ്മൾ ചെയ്തു വരുമ്പോൾ അല്ലേ? നോക്കാം. എന്നാലും നമുക്കിതെങ്ങനെ ചെയ്യാറുണ്ട്? 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് x ആണെങ്കിൽ 100x എന്നാണ് എടുക്കാറ്. 100x എന്ന് x കുറച്ചാൽ 99x എന്ന് പറയുന്നത് 136 ആയിരിക്കും. ഈ 36 ഇങ്ങോട്ട് പോയാൽ 136 -1 ആയിരിക്കും. 136 -1 ആയിരിക്കും. അതായത് 135 ആയിരിക്കും. അതുകൊണ്ട് x എന്ന് പറയുന്നത് 135/99 എന്നായിരിക്കും
ഇതിലെ രണ്ടിലും കോമൺ ഫാക്ടർ ഏതാണ്? 5 + 3 8 + 1 9. ഇവിടെ ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് 9 കൊണ്ട് ക്യാൻസൽ ആക്കാം. ദിസ് 145 5, ഇത് 11 ടൈംസ് 15/11 ഇതിലുണ്ടോ? ഓക്കെ, ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ? സിംപ്ലിഫൈ √x 6 - √5 √6 + √5. കുട്ടിമക്കളെ, ഇതൊരു ഐഡന്റിറ്റി അല്ലേ? ഏത് ഐഡന്റിറ്റി? a + b × a - b. ഇവിടെ റൂട്ട് വെച്ചിട്ട് √a + √b × √a - √b എന്താ പഠിച്ചിരിക്കുന്നത്? a - b എന്നാണ് അല്ലേ? അതായത് 6 - 5 ആണ് ഇതിന്റെ ആൻസർ വരിക. 6 - 5 1 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നോക്കൂ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യൂബ് റൂട്ട് ഓഫ് 27 സ്ക്വയർ ഈസ്. നമുക്കറിയാം ഈ റാഡിക്കൽ ചിഹ്നത്തിനുള്ളിലുള്ള ഈ സിമ്പലിനുള്ളിലുള്ള ഈ നമ്പർ പറയുന്നത് ഡിനോമിനേറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 27⁻²/3. ഇതിലുണ്ടോ നോക്കുക, ആ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 27⁻²/3 ഇതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2⁻3/5 × 2⁻2/5. നമുക്കറിയാം a⁻m × a⁻n = a⁻m + n. അങ്ങനെയാണെങ്കിൽ സിയും ബേസ് 2 2⁻3/5 + 2/5. 3/5 2/5 എഴുതുക. 5/5 1 ആണ്. അപ്പോൾ 2⁻1, അതായത് 2 എന്ന ആൻസർ ഇതിലുണ്ടോ നോക്കുക. 2 കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ്, the value of 1/√2 is 1/√2. 1/√2 ഇറേഷണൽ നമ്പർ ആണ്. ഡിനോമിനേറ്ററിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്? അതേ നമ്പർ കൊണ്ട് അല്ലേ? ഒരെണ്ണാണെങ്കിൽ അതേ നമ്പർ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് √2/2 എന്ന ആൻസർ ഇതിലുണ്ടോ? √2/2 ഇതിൽ കാണാനില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ഇത് തന്നെയാണ്. /2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. ഹാഫ് ഓഫ് √2. ഇതാണ് ശരിയായ ആൻസർ. ക്ലിയർ അല്ലേ? നിങ്ങളപ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന്. നെക്സ്റ്റ്, ആഫ്റ്റർ റേഷണലൈസേഷൻ 1/√5 + √3 = നമുക്ക് ഡിനോമിനേറ്റർ √5 + √3 ആണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക മക്കളെ? ഇതിന്റെ സിമ്പിൾ പ്ലസ് മാറ്റി മൈനസ് √5 - √3 അല്ലേ? അപ്പോൾ ന്യൂമറേറ്റർ √5 - √3 എന്ന് വരും. താഴെ എന്ത് വരും? 5 - 3 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും. അതായത് 2 √5 - √3. ഇതാണ് ഡിനോമിനേറ്റർ വരുന്നത് /2. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് ഇത് വേഗം മെൻ്റൽ കാൽക്കുലേഷനിലൂടെ ചെയ്യാൻ സാധിക്കും. കുറേയധികം സ്റ്റെപ്പ് എഴുതി നമ്മൾ ഇതിനെ സമയം കളയരുത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പാർട്ട് 5 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തെല്ലാം പഠിച്ചു എന്ന് ഓർത്ത് നോക്കുക. ലോസ് ഓഫ് എക്സ്പൊണൻസ് ഫോർ റിയൽ നമ്പേഴ്സ് അത് ഏതൊക്കെയാണ് എന്ന് പഠിച്ചു. കൂടാതെ നമ്മൾ എക്സസൈസ് 1.5 ചെയ്തു. അതിന് കൂടാതെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിൽ കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ നമ്പർ സിസ്റ്റം ഇവിടെ തീരുകയാണ്. എല്ലാ പാർട്ടുകളും കൂടി ഞാനൊരു പ്ലേലിസ്റ്റിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. ഏത് പാർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പോയി കാണാവുന്നതാണ്. സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയലുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.